എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പാസ്തയാണ് കേട്ടോ ശരിയാക്കാൻ പോണത്. അപ്പം അതിനു വേണ്ടി ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം കേട്ടോ. പിന്നെ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ വേണം കേട്ടോ. പിന്നെ 2 തക്കാളി വേണം, കുഞ്ഞിതാക്കി അരിയണം കേട്ടോ. അതുപോലെ ഇഞ്ചി 1 കഷ്ണം, അത് കുഞ്ഞിതാക്കി അരിയണം. വെളുത്തുള്ളി കുഞ്ഞിതാക്കി അരിയണം, 5-6 പോറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ, ഉപ്പ്, ടൊമാറ്റോ സോസ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, സബോള 3 അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുക്കുമ്പോൾ പറയാട്ടോ എന്തോരം വീതം, കുറച്ചേ വേണ്ടു കേട്ടോ. ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാസ്ത വെള്ളം തിളപ്പിച്ച് ഇടാൻ നോക്കട്ടെ കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ വെവ് 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. നമുക്ക് അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലേശം 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടി യോജിക്കും. അപ്പോൾ യോജിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിടുന്നത് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിലേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണ കാരണം, അല്ല ഓയിൽ ഒഴിച്ചേക്കണ കാരണം കൂടുതലാവില്ല, ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക്. പാസ്ത റെഡി ആയിട്ടാ. നമുക്കിത് വാർക്കാം കേട്ടോ. ഇത് വെള്ളം ഒന്ന് പോയി കിട്ടാനായിട്ട്. വെള്ളം പോട്ടെ കേട്ടോ. നമുക്ക് മസാല റെഡിയാക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അത് നല്ലോണം വഴന്ന് വരട്ടെ കേട്ടോ. സബോള വഴന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകളൊക്കെ ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാട്ടോ. മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടാട്ടോ. എരിവുള്ള വേണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
പാസ്തയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് പാകത്തിന് ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സവോളയും തക്കാളിയൊക്കെ ചെറുതാക്കി അരിയണം കേട്ടോ. നല്ലോണം ഒന്ന് വാടട്ടെ കേട്ടോ. തക്കാളിയൊക്കെ റെഡി ആവട്ടെ. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കട്ടോ. നമുക്ക് ഞാനൊരു ടീസ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ റെഡി ആവാനുണ്ട് കേട്ടോ. നമുക്ക് കോഴിമുട്ട നമുക്ക് പൊരിച്ചെടുക്കണമല്ലോ. അതിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കട്ടോ. അല്ല, ഓയിലിട്ടാ ചൂടാവട്ടെ കേട്ടോ. മുട്ട അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പൊരിച്ചെടുക്കട്ടെ കേട്ടോ മുട്ട. നമുക്ക് മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാകത്തിന് റെഡി ആയിട്ടാ. നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ടാ. നമുക്ക് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയില. അതുപോലെ ഇനി നമുക്ക് മുട്ട പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം 1/2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഇട്ടാട്ടോ. പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല രസമായിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് ലേശം കൂടി ഇടാം കേട്ടോ. കാലും കൂടി ഇടാട്ടോ. 1/4 ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയൊക്കെ പാസ്ത കിട്ടുമ്പോൾ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ 4 മണിക്കൊക്കെ
ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന നേരത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം നാളെ കാണാം.